ലക്ഷദ്വീപിൽ ഭൂരിഭാഗം വീടുകളിലും ഉച്ചഭക്ഷണം ഉണ്ടാക്കില്ല കേട്ടോ. കാര്യം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ സമയം ഇത്രയായി, ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പാത്രങ്ങളൊക്കെ ആയിട്ട്. അവസാനം മദ്രസയിൽ നിന്ന് നമുക്ക് ഭക്ഷണമായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇത് നബിദിനത്തിൻ്റെ ചീരണിയാണ്. മെയിനായിട്ട് ഇത് പെണ്ണുങ്ങളെയും സുഖമില്ലാത്തവരെയും കരുതിയിട്ടാണ് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ട് നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മദ്രസയിൽ പോയിട്ട് കഴിക്കും. ഈ ഒരു വണ്ടി മാത്രമല്ല, ഇതേപോലെ ഒരുപാട് വണ്ടികൾ ഓരോരോ ഏരിയയിലേക്ക് ഭക്ഷണമായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്ന് ഇവർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ പാത്രവുമായിട്ട് വന്ന് വാങ്ങിക്കും. മെയിനായിട്ട് 3 മദ്രസകൾ ഉണ്ടെങ്കിലും ഒരു മദ്രസയിൽ നിന്നാണ് ഇങ്ങനെ ഭക്ഷണവുമായിട്ട് വണ്ടി പോകുന്നത്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ചില പെണ്ണുങ്ങൾ ബീച്ച് സൈഡിലൊക്കെ നിൽപ്പുണ്ടാവും. വലിയ പാത്രത്തിൽ വിളമ്പ് സെറ്റാക്കിയിട്ട് കൂട്ടം കൂടിയിരുന്ന് കഴിക്കും. ഒരുപാട് താമസിച്ചിട്ടാണെങ്കിലും ചീരണിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാണ്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ ഒരൊറ്റ വീട്ടിൽ പോലും ചീരണി കിട്ടാണ്ടിരിക്കില്ല. ഞങ്ങൾക്കും കിട്ടി, അൽഹംദുലില്ലാ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.